ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് കിച്ചൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെരളനാണ്. ഇവിടെ ഞാൻ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇവിടെ ഞാൻ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 ഇഞ്ചി കഷ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നീട് പച്ചമുളക്, നാരങ്ങ ചതയ്ക്കാത്ത 2 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 1/2 കിലോ കൊച്ചുള്ളി, സവാള, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ബീഫ് കുക്ക് ചെയ്യാം. അപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ഏകദേശം ഒരു 2 ഇഞ്ചി കഷ്ണം ചതച്ചത്, വെളുത്തുള്ളി ഒരു 6 അല്ലി. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത്. നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ആ ബീഫിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതും സെറ്റാക്കി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ഒരു പരുവ് 8 വിസിലാണ്. 8 വിസിൽ കഴിയുമ്പോൾ തന്നെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ കളഞ്ഞ് തുറന്നു നോക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിൽ മാറ്റിയതിന് ശേഷം പ്രഷർ കളഞ്ഞ് ഉടനെ തന്നെ തുറന്നു നോക്കുകയാണ്. ആഹാ, അടിപൊളിയായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. അത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണിത്. അതിനൊപ്പത്തിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതായത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കപ്സ അല്ലെങ്കിൽ ഗരം മസാലയും ചേർക്കാവുന്നതാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതൊരു സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തേങ്ങാക്കൊത്ത് നമ്മളിവിടെ എല്ലാവരും തേങ്ങാക്കൊത്ത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കുന്നത് ഇവിടെ. കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഒരു 20 അല്ലി ചതയ്ക്കാത്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചതയ്ക്കാത്ത ഇഞ്ചി കഷ്ണം 2 ഇഞ്ചി കഷ്ണമായിരുന്നു എടുത്തിരുന്നത്, അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇനി കൊച്ചുള്ളി 1/2 കിലോ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 കിലോ ബീഫിന് 1/2 കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ ഇത് ഇടയ്ക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മസാല നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി 3 തക്കാളിയാണ് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബീഫ് ചേർത്ത് കൊടുക്കാൻ സമയമായി. അപ്പം ഇത്രയും തന്നെ ഡയറക്റ്റ് കോരി മാറ്റാണ് ബീഫ്. ഇനി കുക്കറിൽ തന്നെ ആ വെള്ളം ഇരിപ്പുണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് വയ്ക്കാവുന്നതാണ്. ഇനി ആ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുക. അതായത് ബീഫിൽ ഇരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, കുക്കറിലിരുന്ന വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം തിള വരുന്നുണ്ട്. നന്നായിട്ട് തിള വരുന്നുണ്ട്. ഞാനൊന്ന് അടച്ചു വയ്ക്കാം. തുറന്നപ്പോൾ തന്നെ ആ ഒരു മണം ഒരു രക്ഷയില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അവസാനമാണ്. ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മല്ലിയില, ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്
റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ലൊരു പരുവായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാൻ റെഡിയായി. സോ ബീഫ് പെരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ കോമ്പിനേഷന് കപ്പയാണ് എടുത്തിരിക്കുന്നത്. ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തേങ്ങാക്കൊത്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബീഫ് പെരളൻ കപ്പയും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി